അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും സ്റ്റോറി ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും അത്യാവശ്യമാണ്. അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. നീ അറിഞ്ഞോ മൃദു, കൈലാസത്തെ ജാനകിയും മോനും വന്നിട്ടുണ്ടെന്ന്? അമ്മ പറയവേ മൃദു ഒന്ന് ഞെട്ടി. കറിക്കരിയുകയായിരുന്ന കത്തി ഒന്ന് പാളി അത് ചൂണ്ടുവിരലിൽ ചുവന്ന വര തീർത്തു. ആഹ്, നീ കൈ പിന്നെയും മുറിച്ചോ? ദേഷ്യത്തോടെ അമ്മ ചോദിക്കുന്നുണ്ട്. ഈ പെണ്ണിന് ഒട്ടും ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ് ശകാരിക്കുന്നുണ്ട്. അതല്ലെങ്കിലും കുഞ്ഞുനാൾ മുതൽ മൃദുവിനെ എല്ലാവരും സ്വപ്നജീവി എന്നും പറഞ്ഞാണ് കളിയാക്കാറുള്ളത്. അവരൊക്കെ അങ്ങനെ പറയുന്നതിലും ഒരു കാര്യമുണ്ട് കേട്ടോ. മൃദു ഒരു കുഞ്ഞു സ്വപ്നജീവി തന്നെയാണ്. ആഗ്രഹിച്ച് കയ്യിൽ കിട്ടാത്തതെല്ലാം അവളിങ്ങനെ തൻ്റെ പക്കലുണ്ടെന്ന് കരുതി ചിന്തിച്ച് അങ്ങ് കൂട്ടും. മൃദു അന്ന് അത്താഴം കഴിച്ചില്ല. അമ്മ ചോദിച്ചപ്പോൾ വയറുവേദനയാണെന്ന് ഒരു നുണയും പറഞ്ഞു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്കൊട്ടും ഉറക്കം വരുന്നില്ല. ഉള്ളിൽ മുഴുവൻ അവൻ്റെ മുഖമാണ്, സിദ്ധാർത്ഥിൻ്റെ. കൈലാസത്തെ ജാനകിയുടെയും നാഥൻ്റെയും മകനാണ് സിദ്ധാർത്ഥ്. തൻ്റെ ആദ്യ പ്രണയം, അല്ല അവസാനത്തെയും. നാളിതുവരെ ആയിട്ടും അവന് ഉള്ളിൽ നിന്ന് ഇറക്കി വിടാൻ അവൾക്ക് പറ്റിയിട്ടില്ലല്ലോ. മൃദുലമായ കാറ്റിൽ ജനൽ വിരികൾ മെല്ലെ ഉലഞ്ഞു. പുറത്ത് നിലാവുണ്ട്. വിരലിലെ മുറിവിൽ നിന്ന് നേരിയൊരു വിങ്ങൽ ഉയർന്നപ്പോൾ മൃദു അത് ചുണ്ടോടടുപ്പിച്ചു. പക്ഷെ ആ വേദനയേക്കാൾ എത്രയോ ഇരട്ടി ആഴത്തിലായിരുന്നു അവളുടെ നെഞ്ചിനുള്ളിലെ ആ വിങ്ങൽ. സിദ്ധാർത്ഥ്, ആ പേര്, അവനൊപ്പം ഉള്ള ഓർമ്മകളെല്ലാം അവളുടെ സിരകളിലേക്ക് പടർന്നു. ഓർമ്മകളുടെ വലിയൊരു വേലിയേറ്റമാണ് അവളിലേക്ക് ഇരച്ചു കയറിയത്. ആ പഴയ തൊഴുത്തും തൊടിയും പാടവരമ്പും ഒക്കെ അവളുടെ കണ്ണുകളിലേക്ക് പുനർജനിക്കുകയായിരുന്നു. അവൾ പണ്ടേ അങ്ങനെയായിരുന്നു. മറ്റുള്ളവർക്ക് അവൾ വെറും ഒരു മണ്ടിയായിരുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാത്തവൾ, എപ്പോഴും എങ്ങോട്ടോ നോക്കി സ്വപ്നം കണ്ടിരിക്കുന്നവൾ. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സ്വപ്നജീവി എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ, അമ്മയുടെ ശകാരങ്ങൾ അതിര് കടക്കുമ്പോൾ മൃദു ഒരു കോണിലേക്ക് ഒതുങ്ങിക്കൂടും. ആരും തനിക്കൊപ്പമില്ലെന്ന തോന്നൽ അവളെ അലട്ടിയിരുന്ന ആ നാളുകളിലാണ് കൈലാസത്തെ സിദ്ധാർത്ഥ് അവളുടെ ജീവിതത്തിലേക്ക് ഒരു തണൽമരമായി പടർന്നു പന്തലിച്ചത്. മൃദുവിന് അന്ന് 15-16 വയസ്സേ കാണൂ. മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കാൻ ചെല്ലുമ്പോൾ അവരൊക്കെ അവളെ മാറ്റി നിർത്തുമായിരുന്നു. നിന്നെ കൂട്ടിയ കളി തോറ്റുപോകും, നീ ഒരു മണ്ടിയാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ അവളെ കളിയാക്കും. കരച്ചിലിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന മൃദുവിൻ്റെ കൈകളിൽ വന്ന് കൈ കോർത്തിരുന്നത് സിദ്ധു ആയിരുന്നു. അവളേക്കാൾ 4-5 വയസ്സിന് മൂത്തതായിരുന്നു അവൻ. സിദ്ധുവിനെ എല്ലാവർക്കും പേടിയും ബഹുമാനവുമായിരുന്നു. ആരാടെ ഇവിടെ മണ്ടി? സിദ്ധുവിൻ്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ കളിസംഘം നിശബ്ദമാവും. അവൻ മൃദുവിൻ്റെ കണ്ണീർ തുടച്ചു കൊടുക്കും. അന്ന് സിദ്ധു അവളെ ചേർത്ത് പിടിച്ചതാണ്. എല്ലാവരും അവജ്ഞതയോടെയും പരിഹാസത്തോടെയും മാത്രം നോക്കിക്കണ്ടിരുന്ന ആ കുഞ്ഞു പെൺകുട്ടിയെ ലോകത്തിൽ തനിക്കും ഒരു വിലയുണ്ടെന്ന് തോന്നിപ്പിച്ചത് സിദ്ധുവിൻ്റെ ആ സാമീപ്യമായിരുന്നു. മറ്റുള്ളവർ അവളെ മാറ്റി നിർത്തിയപ്പോൾ സിദ്ധു അവളെ കൂടെ കൂട്ടി. അവൾ പറയുന്ന വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ കഥകൾ പോലും അവൻ ഒട്ടും മടുപ്പില്ലാതെ കേട്ടിരുന്നു. അവൾക്ക് വേണ്ടി മാത്രം അവൻ മരത്തിൽ കയറി മാങ്ങയും ചാമ്പക്കയും ഒക്കെ പറിച്ചു കൊടുത്തു. മൃദുവിന് സിദ്ധു അവളുടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. മൃദുവിനന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം വന്ന ദിവസമായിരുന്നു. പതിവ് പോലെ മൃദുവിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഒന്നും എഴുതിയെടുക്കാൻ പറ്റാത്ത ഒരു മണ്ടിപ്പെണ്ണ്, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന കാശ് കുളത്തി കളയണം. ഈ പോക്കാണെങ്കിൽ നീ ഒരു പരീക്ഷയും ജയിക്കാൻ പോകുന്നില്ല. അമ്മയുടെ വാക്കുകൾ ചാട്ടുളി പോലെ അവളുടെ നെഞ്ചിൽ തറച്ചു. അച്ഛൻ്റെ നിശബ്ദമായ ദേഷ്യവും അനിയൻ്റെ പരിഹാസവും അവളെ ശ്വാസം മുട്ടിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീടിൻ്റെ പിൻവശത്തെ ആൽത്തറയിൽ വന്നിരിക്കുമ്പോഴാണ് സിദ്ധു അവളുടെ അടുത്തോട്ട് വരുന്നത്. അവനന്ന് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോഴേക്കും നല്ല പൊക്കവും ആൺകുട്ടികളുടേതായ ഗൗരവവും ഒക്കെ അവന് വന്നിരുന്നു. എന്താ മൃദു, വീണ്ടും അമ്മയുടെ വകയുള്ളത് കിട്ടിയോ?
അവൾ മറുപടി പറയാതെ വിതുമ്പി. എല്ലാവരും പറയുന്നത് ശരിയാ സിദ്ധേട്ടാ, എനിക്കൊന്നിനും കൊള്ളില്ല. ഞാൻ ഒരു മണ്ടിയാ. എനിക്കൊന്നും ഓർത്തു വെക്കാൻ പോലും പറ്റുന്നില്ല. സിദ്ധു അവളുടെ തോളിൽ കൈവച്ചു. ആരാ പറഞ്ഞത് നിനക്ക് കഴിയില്ലെന്ന്? ആ മാർക്ക് ലിസ്റ്റ് നോക്കിയാണോ അവിടെ നിന്നെ അളക്കുന്നത്? നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതി ശരിയാവാഞ്ഞിട്ടാണ്. ഇനിയും പരീക്ഷകൾ വരാനുണ്ടല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ പഠിപ്പിച്ചു നോക്കാം, ഓക്കെ? അവൻ ആ വാക്കുകൾ തന്ന ധൈര്യം ചെറുതായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങൾ മൃദുവിന് കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ ആ ആൽത്തറയിലെത്തും. സിദ്ധു പഠിപ്പിക്കുമ്പോൾ മൃദുവിന് എല്ലാം എളുപ്പമായി തോന്നി. മറ്റുള്ളവർ ചീത്ത വിളിച്ച് പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലാകാതിരുന്ന സമവാക്യങ്ങളും ചരിത്രത്തിലെ വർഷങ്ങളും സിദ്ധുവിൻ്റെ സ്നേഹത്തോടെയുള്ള സംസാരത്തിൽ അവളുടെ മനസ്സിൽ ഉറച്ചു. അവൾ ഉറക്കം തൂങ്ങുമ്പോൾ അവൻ അവളുടെ തലയിൽ ചെറുതായി കൊട്ടും. പഠിച്ച് ജയിച്ചിട്ട് നിന്റെ അമ്മയുടെ വായടപ്പിക്കേണ്ട മൃദു എന്ന് ചോദിച്ച് അവളെങ്ങ് പ്രോത്സാഹിപ്പിക്കും. ആ പ്രാവശ്യത്തെ പരീക്ഷയിൽ തോൽക്കില്ലെന്ന് മാത്രമല്ല, നല്ല മാർക്കോടെ അവൾ ജയിക്കണമെന്നത് സിദ്ധുവിൻ്റെ വലിയൊരു വാശിയായി മാറി. സത്യത്തിൽ സിദ്ധുവിൻ്റെ ആ വാശി മൃദുവിൻ്റെ ഉള്ളിലെ ദാർഢ്യമായി മാറുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞു. ഫലം വരുന്ന ദിവസം അന്ന് വൈകുന്നേരം നാട്ടിലെ ഗ്രൗണ്ടിൽ ചെറിയൊരു ഫുട്ബോൾ മത്സരം നടക്കുകയായിരുന്നു. സിദ്ധുവും കൂട്ടുകാരും കളിയിലാണ്. ആ സമയത്താണ് പരീക്ഷാഫലം വന്നത്. മൃദുവിൻ്റെ വീട്ടിൽ എല്ലാവരും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ആ ഫലം നോക്കി നിന്നു. സ്ഥിരം ചീത്തവിളി കേട്ടിരുന്ന എല്ലാവരും മണ്ടി എന്ന് വിധി എഴുതിയ മൃദു ഉയർന്ന മാർക്കോടെ പരീക്ഷ ജയിച്ചിരിക്കുന്നു. വീട്ടിൽ അമ്മയുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. പക്ഷേ മൃദുവിനത് വീട്ടുകാരെ കാണിക്കുന്നതിനേക്കാൾ തിടുക്കം ആ വിജയത്തിൻ്റെ യഥാർത്ഥ അവകാശിക്ക് അത് എത്തിച്ചു കൊടുക്കാനായിരുന്നു. അവൾ ഫലമറിഞ്ഞ നിമിഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. ശ്വാസം അടക്കി പിടിച്ച് അവൾ ഗ്രൗണ്ടിലേക്ക് ഓടുകയായിരുന്നു. പാവാടത്തുമ്പ് കയ്യിലൊതുക്കി കാറ്റിൽ പറക്കുന്ന മുടിയെ വകഞ്ഞു മാറ്റി അവൾ ഓടി. ഗ്രൗണ്ടിൽ അപ്പോൾ കളി മുറുകിയിരിക്കുകയാണ്. സിദ്ധുവിൻ്റെ കാലുകളിലായിരുന്നു പന്ത്. പെട്ടെന്നാണ് കളിക്കടത്തിന് നടുവിലേക്ക് ഒരു പെൺകുട്ടി ഓടിക്കയറി വരുന്നത് എല്ലാവരും കണ്ടത്. കളി പെട്ടെന്ന് നിന്നുപോയി. എല്ലാവരും അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി. മൃദുവിനപ്പോൾ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചോ അവിടെ നിൽക്കുന്ന ആളുകളെക്കുറിച്ചോ യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണിൽ സിദ്ധു മാത്രമായിരുന്നു. അവൾ ഓടിച്ചെന്ന് സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. സിദ്ധേട്ടാ, ഞാൻ ജയിച്ചു, ഞാൻ നല്ല മാർക്കോടെ ജയിച്ചു, അവൾ ആഹ്ലാദം കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ സന്തോഷത്തിൻ്റെ അടുത്ത നിമിഷം അവൾ സിദ്ധുവിൻ്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മയും കൊടുത്തു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ടവനോടുള്ള എല്ലാം ആ ഒരു കുഞ്ഞു ഉമ്മയിലുണ്ടായിരുന്നു. പക്ഷെ അടുത്ത നിമിഷം സംഭവിച്ചത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ടും നാണം കൊണ്ടും ചുവന്നു തൊടുത്തു. അവൻ പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും ബലമായി തള്ളി മാറ്റി. ആ തള്ളലിനിടയിൽ മൃദുവിൻ്റെ തോളിലേക്ക് അവൻ്റെ കൈകൾ ആഞ്ഞു പതിച്ചു. എന്താടിത്, നിനക്കെന്താ ഭ്രാന്തായോ? സിദ്ധു ദേഷ്യത്തോടെ ആക്രോശിച്ചു. ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി പെരുമാറുക? ആളുകൾ നോക്കുന്നത് കണ്ടില്ലേ? ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. മറ്റു ചിലർ അപഹാസ്യമായ രീതിയിൽ കമൻറ്റുകൾ പാസാക്കി. സിദ്ധു കൊള്ളാമല്ലടോ ആള്, ആരോ വിളിച്ചു പറയുന്നത് കേട്ടു. ആ ചിരികളും പരിഹാസങ്ങളും മൃദുവിൻ്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ വന്ന് പതിച്ചു. അവൾ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. സിദ്ധുവിൻ്റെ കണ്ണുകളിൽ ദേഷ്യവും അറപ്പും നിറഞ്ഞ നോട്ടം അവൾ ആദ്യമായി കാണുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ചുറ്റും നിൽക്കുന്നവരുടെ പരിഹാസ ചിരികൾക്ക് മുന്നിൽ അവൾ വല്ലാതെ അപഹാസ്യയായി തീർന്നു. നാണക്കേടും സങ്കടവും കൊണ്ട് തലയുയർത്താൻ കഴിയാതെ അവൾ മുഖം പൊത്തി തിരിഞ്ഞോടി. അതിനുശേഷം അവൾ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അവനോട് സംസാരിച്ചിട്ടുമില്ല. സിദ്ധുവും പിന്നീട് ഉപരിപഠനത്തിനായി ദൂരേക്ക് പോയി. പിന്നീട് അവർ അമ്മയും മകനും ഡൽഹിയിൽ സ്ഥിരതാമസമായെന്നും കേട്ടു. ഓർമ്മകളിൽ നിന്നും ഒരു നെടുവീർപ്പോടെ മൃദു ഉണർന്നു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ കിടന്നു. നീ വരുന്നില്ല അങ്ങോട്ട്? ജാനകി നിന്നെ അന്വേഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും. അമ്മ പറയുന്നത് കേൾക്കെ മൃദു മുഖം വെട്ടിച്ച് കളഞ്ഞു. ഞാൻ ഇല്ല, അമ്മ പൊക്കോ. അതെങ്ങനെ ശരിയാവാം മൃദു, നീ ഒന്ന് അവിടെ വരെ വന്ന് മുഖം കാണിച്ചിട്ട് പോയിക്കോ. യശോദ പിന്നെയും അവളെ നിർബന്ധിച്ചു. അമ്മയുടെ നിർബന്ധം കേട്ട് സഹി കേട്ടിട്ടാണ് അന്ന് മൃദുല അമ്മക്കൊപ്പം കൈലാസത്തേക്ക് പോയത്.
വർഷങ്ങൾക്ക് ശേഷമാണ് മൃദുല കൈലാസത്തിൻ്റെ പടവുകൾ കയറുന്നത്. പണ്ട് ഓടിക്കളിച്ച മുറ്റമാണ്, പക്ഷെ ഇന്ന് കാലം മാറിയിരിക്കുന്നു. വലിയൊരു കാർ മുറ്റത്ത് കിടപ്പുണ്ട്. വീടും പെയിൻ്റ് അടിച്ച് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. അകത്തേക്ക് കയറാൻ മൃദുവിൻ്റെ കാൽമുട്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പതിയെ ആ പഴയ കളിസ്ഥലത്തെ ചിരികളും സിദ്ധുവിൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖവും തെളിഞ്ഞു വന്നു. ആഹാ, ഇതാരായി വന്നിരിക്കുന്നേ? വാ, കയറിയിരിക്ക്. ജാനകി വലിയ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അവർ മൃദുവിനെ അരികിലേക്ക് ചേർത്ത് നിർത്തി തലയിൽ തലോടി. എൻ്റെ മൃദുക്കുട്ടി എത്ര വളർന്നുപോയി! പഴയ കുറുമ്പിയൊന്നുമല്ലല്ലോ ഇപ്പോൾ, നല്ല സുന്ദരിയായിട്ടുണ്ട്. അവർ പതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൃദുവിൻ്റെ കണ്ണുകൾ അറിയാതെ ആ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് നീണ്ടു. അമ്മമാർ രണ്ടുപേരും പഴയ കാര്യങ്ങൾ സംസാരിച്ച് ഹാളിൽ ഇരുന്നു. ചായ കുടിക്കുന്നതിനിടയിലും മൃദുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവിടെ ഇരിക്കാൻ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. അമ്മേ, ഞാൻ ദാ പുറത്തെ തൊഴിയിലേക്കൊന്ന്, മൃദു അമ്മയോട് പറഞ്ഞു. ശ്രദ്ധിച്ചു പോയി വാ മോളെ, അമ്മ പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ മൃദു വീടിൻ്റെ പിൻവശത്തേക്ക് നടന്നു. പണ്ടത്തെ വലിയ മാവും ചാമ്പക്കമരവുമെല്ലാം ഒക്കെ ഓർമ്മകളുടെ സുഗന്ധം പേറി അവിടെ തന്നെ നിൽപ്പുണ്ട്. ചാമ്പക്ക കണ്ടപ്പോൾ ഒരു പൂതി മൃദുവിന് 1-2 പൊട്ടിക്കണമെന്ന്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ അത് തൻ്റെ കൈയെത്തുന്ന ദൂരത്താണെന്ന് അവൾ കരുതി. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് അതിനൊരിത്തിരി കൂടെ പൊക്കം കൂടുതലാണെന്ന്. മൃദു 1-2 വട്ടം ചാടി നോക്കി. എവിടെ? അടുത്തുപോലും എത്തുന്നില്ല. നിരാശയോടെ കൈ പിൻവലിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആരോ തന്നെ എടുത്തുയർത്തുന്ന പോലെ അവൾക്ക് തോന്നിയത്. മൃദു ഞെട്ടിക്കൊണ്ട് താഴേക്ക് നോക്കി. സിദ്ധാർത്ഥ്. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് അവന്, ഒരുപാട്. പഴയ പയ്യനിൽ നിന്നും ഒരൊത്ത ആണൊരുത്തനായ പോലെ. മൃദു ഒരു നിമിഷം നിശ്ചലയായിപ്പോയി. പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ മൃദു, നിനക്കിത്തിരി വെയിറ്റ് കൂടുതലാ. വേഗം അതിങ്ങ് പൊട്ടിച്ച്, എൻ്റെ കൈ വേദനിക്കുന്നു. സിദ്ധു ഒട്ടും അകൽച്ചയില്ലാതെ പണ്ടത്തെ 15കാരിയോടെന്ന പോലെ സംസാരിക്കവേ അവൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ ഇത്? വീട് വീട് എന്നെ. പെട്ടെന്ന് ബോധം വന്ന് മൃദു ഒന്ന് കുതറി. ദേ, അതിങ്ങ് പൊട്ടിച്ചിട്ടെ, ഒന്ന് എനിക്കും വേണം. പറയുന്നതിനൊപ്പം സിദ്ധു ഒന്നോടെ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചിരുന്നു. മൃദു വേറെ വഴിയില്ലാതെ വേഗത്തിൽ ഉള്ളിൽ ഉരുണ്ടുകൂടിയ വെപ്രാളത്തിൽ 1-2 പൊട്ടിച്ചു. സിദ്ധു അവളെ താഴെ ഇറക്കി. മൃദുവിന് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. എന്തേ കാണിക്കുന്നേ? അനുവാദമില്ലാതെയാണോ ദേഹത്ത് തൊടുന്നേ? അവൾ മുരണ്ടു. സിദ്ധു അവളെ നോക്കി ഒന്ന് പതിയെ ചിരിച്ചു. ഒപ്പം അവളുടെ കയ്യിൽ നിന്ന് ഒരു ചാമ്പക്ക വാങ്ങി അത് പകുതി കടിച്ചു. പണ്ട് നീ എന്നെ ഉമ്മ വെച്ചത് എന്നോട് ചോദിച്ചിട്ടായിരുന്നോടെ? കീഴ്ചുണ്ട് കൂട്ടിക്കടിച്ച് ചുണ്ടിൽ ഉരുണ്ടുകൂടുന്ന ചിരിയോടെ ആറ്റിക്കുറുക്കി ഒരു ചോദ്യം. മൃദുവിൻ്റെ നെഞ്ചു പിടച്ചുപോയി ആ ചോദ്യത്തിൽ. ഇത് മധുരമുണ്ടോ നോക്കിയേ. തറഞ്ഞു നിൽക്കുന്നവളുടെ വായിലേക്ക് താൻ പാതി കടിച്ച ചാമ്പക്ക ഒരെണ്ണം കൂടെ വെച്ചു കൊടുത്തുകൊണ്ട് സിദ്ധു നടന്നകന്നു. മൃദു ആകെ വിളറി വെളുത്തുപോയി. തിരികെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജാനകി അമ്മക്ക് ഒപ്പം സിദ്ധു ഇരിപ്പുണ്ട്. തന്നെ കണ്ടപാടെ ആ കണ്ണുകളിൽ കുസൃതി നിറയുന്നത് അവൾ അറിഞ്ഞു. ഇയാൾ എന്താ ഇത്ര ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും വരാതിരുന്നത്? ജാനകി അമ്മ മൃദുവിനോട് ചോദിച്ചു. മൃദു ഒന്നുത്തരം പറഞ്ഞില്ല, വെറുതെ ഒന്ന് ചിരിച്ചു. അവളെപ്പോഴും അവളുടെ മുറിയിലാ. ഇടയ്ക്ക് പുറത്തിറങ്ങുന്നത് ആ വായനശാലയിലേക്കാ. അവിടെയുള്ള ബുക്ക് മുഴുവൻ പെറുക്കി കൊടുന്ന് വായിക്കുന്നതാ പെണ്ണിൻ്റെ പ്രധാന പരിപാടി. യശോദ മറുപടി പറഞ്ഞു. വായനാശീലമുള്ളത് നല്ലതാ യശോദേ. ദേ, ഇവിടെ ഒരാളും ഇതിൻ്റെ ആളാ. ഇവൻ്റെ കയ്യിലുണ്ട് ബുക്ക് കുറേ. നീ വായിച്ചു തീർന്നതുണ്ടെങ്കിൽ അവൾക്കും കൂടെ കൊടുക്ക് സിദ്ധു. ജാനകി സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, മുറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. താൻ വാടോ, ഞാൻ എടുത്തു തരാം. സിദ്ധു മൃദുവിനെ നോക്കി പതിയെ ചിരിച്ചു. ആ ചിരിയിലൊരു വശപ്പിശകില്ലേ? അവൾ ഓർത്തു. ഉണ്ട്, നല്ലോണം ഉണ്ട്. എനിക്കൊന്നും വേണ്ട, മൃദു വേഗത്തിൽ പറഞ്ഞു. അതെന്താ മോളെ, അവൻ്റേതായതുകൊണ്ടാണോ? അല്ല, പറഞ്ഞ പോലെ നിങ്ങളെന്താ മിണ്ടാത്തെ? രണ്ടും നല്ല കൂട്ടായിരുന്നല്ലോ. ജാനകി ഇരുവരെയും മാറി മാറി നോക്കി. ഈ കുട്ടിയുടെ നാവ് ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു അമ്മേ. സിദ്ധു ചിരിയോടെ പറയവേ മൃദു അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. സിദ്ധു പതിയെ എഴുന്നേറ്റു. വാടോ. അവൻ ഒരിക്കൽ കൂടെ അവളെ വിളിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ മൃദുവും എഴുന്നേറ്റ് അവനൊപ്പം നടന്നു. മുകളിലാണ് അവൻ്റെ മുറി. മൃദുവിന് ആകെ ഒരു അസ്വസ്ഥത. ആളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ലാത്ത പോലെ. ദേ, നോക്കിയെടുത്തോ.
മുറിയിലെ വലിയൊരു ഷെൽഫിലേക്ക് നോക്കി സിദ്ധു പറഞ്ഞപ്പോഴാണ് മൃദു അവനിൽ നിന്ന് നോട്ടം മാറ്റിയത്. ആ ഷെൽഫ് നിറയെ ബുക്ക് കണ്ടപ്പോൾ മൃദുവിൻ്റെ ഉള്ളിലെ പുസ്തകപ്പുഴു പുറത്ത് ചാടി. അവൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് തിരിഞ്ഞപ്പോൾ ദേ ഒരാൾ തന്നെ മാത്രം നോക്കിക്കൊണ്ട് ചിരിയോടെ ആ ജനലോരം ചാരി നിൽക്കുന്നു. എന്താ? അവൾ ഒറ്റപ്പുരികം ഉയർത്തി. താനൊരിത്തിരി വണ്ണം വെച്ചു. സിദ്ധുവിൽ കള്ളച്ചിരി. അതിനെന്താ, ഇനി അത് കുറക്കണോ? മൃദു അവനെ നോക്കി കണ്ണുരുട്ടി. ഏയ്, ഇതാ ഭംഗി, സുന്ദരിയാണ്, പണ്ടും ഇപ്പോഴും. കാറ്റുപോലെ ഒരുത്തം പറയവേ മൃദു മുഖം വെട്ടിച്ച് കളഞ്ഞു. ഉള്ളിലൊരു 15കാരി ഒതുക്കി വെച്ച പ്രണയവിത്ത് തളിർത്തു വരുന്നത് അവൾ അറിഞ്ഞു. മനഃപൂർവ്വം അവൾ അത് അറിഞ്ഞില്ലെന്ന് നടിച്ചു. ബുക്കും കയ്യിലെടുത്ത് അവൾ പോവാനൊരുങ്ങി. ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്തായിരുന്നു. പോവാൻ നേരം പുറകിൽ നിന്നും അവൻ്റെ ആർദ്രമായ സ്വരം. മൃദു പതിയെ മുഖം മാത്രം ചരിച്ച് അവനെ ഒന്ന് നോക്കി. കൺവെട്ടത്ത് കണ്ടുപോകരുത് എന്നല്ലേ മുമ്പൊരിക്കൽ എന്നോട് പറഞ്ഞത്? ചോദിക്കുമ്പോൾ മൃദുവിന് സങ്കടം വന്നുപോയി. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേരാ, പക്ഷെ കാണാതെ ഇരുന്നപ്പോഴാണ് നീ എനിക്ക് ആരായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. സിദ്ധു പതിയെ മറുപടി കൊടുത്തു. മൃദു ഒന്നും മിണ്ടിയില്ല. ആ ബുക്കും കൊണ്ട് പുറത്തേക്കിറങ്ങി. പക്ഷെ അന്നേരം അവളുടെ ഉള്ളിൽ ഒരു വസന്തകാലം പൂവിട്ട് തുടങ്ങിയിരുന്നു. 2 നാൾ ആ വീട്ടിലേക്കേ മൃദു പോയില്ല. ആ ഒരുവനെ ഇത്രയും കാലം മനസ്സിലിട്ട് നടന്നതുകൊണ്ടാവാം 2 ദിവസത്തിൽ കൂടുതൽ മൃദുവിന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. അന്നൊരു ഞായറാഴ്ച അമ്മയോട് കൊണ്ടുവന്ന ബുക്ക് തിരികെ കൊടുക്കണമെന്നും പറഞ്ഞ് മൃദു കൈലാസത്തേക്ക് പോയി. ആ മോളോ? ജാനകി അമ്മ സന്തോഷത്തോടെയാണ് അവളെ സ്വീകരിച്ചത്. അവൾക്ക് ചായയും നല്ല മുരിഞ്ഞ പരിപ്പുവടയും അവർ ഉണ്ടാക്കി കൊടുത്തു. അതും കുടിച്ച് അവരോട് വിശേഷം പറഞ്ഞിരിക്കുമ്പോഴാണ് സിദ്ധു വരുന്നത്. അവളെ കണ്ടപാടെ സിദ്ധുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അത് മൃദു ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ കുട്ടി നിൻ്റെ ബുക്ക് തിരികെ തരാൻ വന്നതാ, ജാനകി അമ്മ പറഞ്ഞപ്പോഴാണോ എന്നൊരു ഭാവത്തിൽ സിദ്ധു അവളെ ഒന്ന് നോക്കി. മൃദു വെറുതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയെന്നല്ലാതെ മറുപടി ഒന്നും കൊടുത്തില്ല. തനിക്കിനി ബുക്ക് വേണോ? വേണമെങ്കിൽ മുറിയിലോട്ട് വാ, ഞാൻ തരാം. കണ്ണൊന്ന് ചുരുക്കി ചുണ്ടിലൂറുന്ന കുസൃതിച്ചിരി മായാതെയാണ് ആ പറച്ചിൽ. മൃദുവിനും അത് കാണെ ചിരി വന്നു പോയെങ്കിലും അവൾ ഗൗരവം നടിച്ചു. എനിക്ക് വേണ്ട, വായനശാലയിൽ നിന്ന് എടുത്തത് തന്നെ ഒരുപാട് ബാക്കിയുണ്ട് വായിച്ചു തീർക്കാൻ. മൃദു പറയവേ അവൻ്റെ മുഖം മങ്ങിപ്പോയി. ദുഷ്ട. ചുണ്ടിൻ്റെ ഇടയിലിട്ട് അവൻ പിറുവിറുത്തപ്പോൾ മൃദു ചിരി അടക്കി. ഞാൻ പോകുന്ന അമ്മേ. ജാനകി അമ്മയോട് യാത്ര പറഞ്ഞ് തിരിയുമ്പോൾ ഒരുത്ത അവിടെ തന്നെയും നോക്കി നിൽപ്പുണ്ട്. യാത്ര പറയാൻ പോയില്ല. മൃദു ഒന്ന് നോക്കുക കൂടെ ചെയ്തില്ല. പുറത്തേക്ക് ഇറങ്ങിയതും പുറകിൽ ആരോ വരുന്നുണ്ടെന്ന് തോന്നി മൃദുവിന്. സിദ്ധാർത്ഥ് ഞൊടിയിടയിൽ അവളുടെ കൈ പിടിച്ച് വലിച്ച് ആ ആളൊഴിഞ്ഞ മതിലിലേക്ക് ചേർത്ത് നിർത്തി. അപ്പോഴാണ് അത് തോന്നലല്ലെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരൊറ്റ നിമിഷം മൃദുവിൻ്റെ പിടച്ചിൽ നിന്നു. ആ കണ്ണുകളിലെ പ്രണയം. അവളുടെ കണ്ണുകൾ വികസിച്ചു. ചുണ്ടിൽ ഒളിപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു ചിരി തെളിഞ്ഞു വന്നു. ആളെ പേടിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണോ? അതേലോ, എൻ്റെ മൃദുവിനെ ഒന്ന് പേടിപ്പിക്കാൻ തന്നെ ഉദ്ദേശം. ഓ, ഇയാൾ ഇത്ര ഭീകരനായിരുന്നോ? ഞാൻ അറിഞ്ഞതേയില്ല. മൃദു ചുണ്ടൊന്ന് കൂട്ടി പരിഹസിക്കും ഭാവത്തിൽ പറഞ്ഞു. ഞാൻ അത്യാവശ്യം ഭീകരനാണെന്ന് നിനക്ക് കുറച്ച് ദിവസം മുന്നേ ബോധ്യപ്പെട്ടതല്ലേ? ദേ ഇപ്പോൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി നീ എൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ യാത്ര ചില്ലറക്കാരനൊന്നും ആവില്ലല്ലോ. ചോദിക്കുമ്പോൾ ഇതിനൊപ്പം സിദ്ധു അവളെ ഒന്നൂടെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് മുറുക്കിയിരുന്നു. നേരെ ഇതുവരെ അവൻ്റെ കൈക്കുള്ളിൽ അവൻ്റെ ചൂടേറ്റുകൊണ്ടാണ് നിന്നിരുന്നതെന്ന തോന്നലിൽ മൃദുവിന് അല്പം ജാള്യത തോന്നാതെ ഇരുന്നില്ല. വിട്ടേ. മൃദു അവൻ്റെ കൈക്കുള്ളിൽ നിന്നും വഴുതി മാറി. ഞാൻ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലടി, നീ അനങ്ങാതെ നിന്നിരുന്നേ. അവൻ മേൽചുണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് ചിരിയടക്കി. മൃദു പതറുന്നുണ്ട്. ഇങ്ങനെ വാല് മുറിഞ്ഞ് കാണാനും ഒരു രസമുണ്ട്, സിദ്ധു മനസ്സിലോർത്തു. എന്താ ഇയാളുടെ ഉദ്ദേശം? മൃദു പതിയെ ചോദിച്ചു. പ്രേമം, നല്ല അസല് പ്രേമം. സിദ്ധു ചിരിച്ചുകൊണ്ട് മറുപടിയും കൊടുത്തു. മൃദുവിൻ്റെ മിഴികൾ ആ പറച്ചിലിൽ വിടർന്നുപോയി. എനിക്കും തിരിച്ച് അതില്ലെങ്കിലോ? മൃദു അവനെ നോക്കിക്കൊണ്ട് തിരികെ ചോദിച്ചു. സാരില്ല, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം. സിദ്ധുവിന് ഒരു ഭാവമാറ്റവും ഇല്ല. എന്നോട് അത്രയും ഇഷ്ടമാണോ? ചോദിക്കുമ്പോൾ അവൾക്ക് വീർപ്പ് മുട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ ആ ചോദ്യത്തിൽ വിടരുന്നത് മൃദു ശ്രദ്ധിച്ചു. നിനക്ക് എന്താ തോന്നുന്നേ?
അത്രമേൽ പ്രണയം കണ്ണുകളിൽ നിറച്ച് ഒരു ചോദ്യം. മൃദുവിന് ഇതൊക്കെ ആദ്യമായിട്ടാണ്. പ്രണയിച്ചിരുന്നു എന്നല്ലാതെ പ്രണയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആവോ, എനിക്കറിയില്ല. മൃദു മുഖം വെട്ടിച്ചു. സിദ്ധു പൊടുന്നനെ അവളെയും കൊണ്ട് ആ മതിലിലേക്ക് ചാരി മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അത് വെറുതെ. എനിക്ക് നിന്നെ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം പോലും നീ ചോദിക്കില്ലായിരുന്നു എന്നോട്. സിദ്ധുവിൻ്റെ കാറ്റുപോലെയുള്ള ശബ്ദത്തിലും അവൻ്റെ നിശ്വാസത്തിലും അവളുടെ രോമകൂപങ്ങൾ പോലും എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം എന്നീ പ്രത്യേകതകളൊന്നുമില്ലല്ലോ. അവൾ മുഖം വെട്ടിച്ചു. സിദ്ധു ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. കസ്തൂരി ചുമന്ന് നടക്കുന്നവർക്ക് അതിൻ്റെ വില അറിയണമെന്നില്ലല്ലോ. നിന്നെ ഇങ്ങനെ കൺമുന്നിൽ ഞാൻ കാണുമല്ലേ, അത്രയും പോരെ എനിക്ക് നീ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു മയത്തിലൊക്കെ നോക്കിയില്ലെങ്കിൽ കണ്ണ് ഞാൻ ചൂഴ്ന്നങ്ങെടുക്കും. ചെവിക്കരികിൽ അവളുടെ ശബ്ദം. മയത്തി നോക്കാവോ അപ്പോൾ? കാറ്റുപോലെയുള്ള അവൻ്റെ സ്വരത്തിലും ഭ്രാന്തമായ അവൻ്റെ നോട്ടത്തിലും അവൾക്ക് അടിമുടി കുളിർന്നു. മൃദു പതുങ്ങിപ്പോയി. ഒരക്ഷരം മിണ്ടാതെ പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നവളെ കാണാൻ അവന് കൗതുകമേറുന്നുണ്ടായിരുന്നു. ജനിച്ചപ്പോഴേ ഇങ്ങനെയാണോ അതോ? മൃദു ചോദ്യം പകുതി വഴിയിൽ നിർത്തി. അല്ലടി, ഈയിടെയായിട്ടാ നിന്നെ പിന്നെയും കണ്ടതിൽ പിന്നെ. ആ നിശ്വാസത്തിൻ്റെ ചൂടിൽ കൂമ്പി അടഞ്ഞ കൺപോളകൾ പാതി മയക്കത്തിൽ എന്ന പോലെ വലിച്ചു തുറന്നുകൊണ്ടവൾ അവനെ നോക്കി. ഒരു ഉമ്മ എന്നോട്ടെ, അവൻ പിന്നെയും ചോദിക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി. ഒരു ഉമ്മ തന്നോട്ടേ എന്ന് അന്ന് നീ തന്ന പോലെ. വേണ്ട, സോറി, കടങ്ങളൊന്നും ബാക്കി വെച്ച് ശീലമില്ല, അതുകൊണ്ടാ. പറയുന്നതൊപ്പം അവൻ അവളെ അങ്ങ് ചുംബിച്ചിരുന്നു. നെറ്റിയിൽ, കവിളിൽ, ചുണ്ടിൽ, അങ്ങനെ അങ്ങനെ. രണ്ടുപേരുടെയും ശ്വാസം ഒരേ താളത്തിൽ ഇടറി വീണ നിമിഷത്തിൽ കാലം അവർക്കായി മാത്രം നിശ്ചലമായതുപോലെ തോന്നി. സിദ്ധുവിൻ്റെ അധരങ്ങൾ മാറിയപ്പോഴേക്കും മൃദുവിൻ്റെ കണ്ണുകൾ ദീർഘമായൊരു പ്രണയപരവശത്താൽ അടഞ്ഞുപോയിരുന്നു. അവളുടെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി പിടിച്ചിരുന്നു. നെറ്റിയിലെയും കവിളിലെയും ചുണ്ടിലെയും ആ സ്പർശനം വെറും ഒരു ചുംബനമായിരുന്നില്ല. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയത്തിൻ്റെ തിരിച്ചുകിട്ടലായിരുന്നു. സിദ്ധേട്ടാ. അവളുടെ ശബ്ദം തൊണ്ടക്കുഴിയിൽ ഒരു നേർത്ത വിങ്ങലായി ഒതുങ്ങി. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ സ്വന്തം മൂക്കുകൊണ്ട് മെല്ലെ ഉരസി. ആ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ ഒരു കടൽ തന്നെ ഇരമ്പി ആർക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും കാണും വീട്ട്. ചുറ്റുമുള്ള ലോകത്തേക്ക് ബോധം തിരിച്ചെത്തിയപ്പോൾ മൃദു അവൻ്റെ നെഞ്ചിലേക്ക് കൈകൾ വെച്ച് പതിയെ തള്ളി. പക്ഷേ സിദ്ധുവിൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ ഒന്നുകൂടെ മുറുകിയതേയുള്ളൂ. ആ നെഞ്ചിലെ ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ് അവളുടെ കൈപ്പത്തികളിലേക്ക് പടർന്നു. കണ്ടോട്ടെ, ഇത്രയും കാലം കാണാത്തതിനും മിണ്ടാത്തതിനൊക്കെ എനിക്ക് പലിശ സഹിതം തീർക്കണം. അവൻ കള്ളച്ചിരിയോടെ അവളുടെ കാതോരം പറഞ്ഞു. അവൻ്റെ ചൂടുള്ള നിശ്വാസം തട്ടിയതും മൃദുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. പണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടല്ലേ? മൃദു പരിഭവത്തോടെ ചോദിച്ചു. പണ്ട് ഓടിച്ചത് നീയല്ലേ? എന്തോരം ഞാൻ ഒന്ന് കാണാനും മിണ്ടാനും നടന്നു. നീ എൻ്റെ നിഴൽ വട്ടത്ത് പോലും പിന്നെ വന്നില്ലല്ലോ. പെട്ടെന്ന് ആ പഴയ ഓർമ്മകൾ വന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു നേർത്ത ഈറം പടർന്നു. പിണക്കത്തോടെ അവൾ മുഖം തിരിച്ചു. സിദ്ധുവിൻ്റെ മുഖത്തെ കുസൃതി അലിഞ്ഞുപോയി. അവൻ മൃദുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. ആ വലിയ കണ്ണുകളിലേക്ക് അവൻ ആർദ്രതയോടെ നോക്കി. അറിയാം മൃദു, എനിക്കറിയാം. അന്ന് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ജാള്യതയിലും ദേഷ്യത്തിലും ഞാൻ പ്രതികരിച്ചു പോയതാ. പക്ഷെ നീ പോയ ആ നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ തുടങ്ങിയതാ ഈ നീറ്റൽ. നീ എന്നിൽ നിന്ന് ദൂരേക്ക് പോയപ്പോൾ മാത്രമാണ് എൻ്റെ പ്രപഞ്ചം നിനക്ക് ചുറ്റുമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് പോലും. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത മൃദുവിൻ്റെ ഉള്ളിലെ എല്ലാ പരിഭവങ്ങളെയും മഞ്ഞുപോലെ അലിയിച്ച് കളഞ്ഞു. അവൾ പതിയെ സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. ആ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. സിദ്ധു അവളുടെ തോളിലൂടെ കൈകളിട്ട് അവളെ തന്നിലേക്ക് ഒന്നിച്ച് ചേർത്തു നിർത്തി. അവളുടെ മുടിയിഴകളിൽ തൻ്റെ വിരലുകൾ കോർത്തു. സായാഹ്ന വെളിച്ചത്തിൽ ആ മതിലരികിലേക്ക് പടരുമ്പോഴും ആ പച്ചപ്പുകൾക്കിടയിൽ അവർ പ്രണയത്തിൻ്റെ ഒരു പുതിയ വസന്തം തീർക്കുകയായിരുന്നു. മൃദുലയുടെയും സിദ്ധാർത്ഥിൻ്റെയും പ്രണയം ഒടുവിൽ പ്രണയ സാഫല്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. രണ്ടു കുടുംബങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടെ അവരുടെ വിവാഹം നടന്നു. ആ താലിച്ചരട് മൃദുവിൻ്റെ കഴുത്തിൽ വീഴുമ്പോൾ വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം സഫലമായതിൻ്റെ ആനന്ദക്കണ്ണീർ അവളുടെ മിഴികളിൽ തുളുമ്പി നിന്നിരുന്നു. സിദ്ധുവിൻ്റെ കൈകൾ അവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ
ആ കണ്ണുകളിൽ പ്രണയവും ഒപ്പം ഒരു വലിയ ഉറപ്പും ഉണ്ടായിരുന്നു. ഇനിയൊരിക്കലും ഈ കൈകൾ വിടില്ലെന്ന ഉറപ്പ്. ആഘോഷങ്ങളും സൽക്കാരങ്ങളും ഒടുങ്ങി കൈലാസത്തിൻ്റെ മുകളിലത്തെ ആ മുറിയിൽ രാത്രിയുടെ നിശബ്ദത പടർന്നു. മുറിക്കുള്ളിൽ മുല്ലപ്പൂക്കളുടെ തീക്ഷ്ണമായ സുഗന്ധം വായുവിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ജനലിലൂടെ ഒഴുകിയെത്തിയ നിലാവ് കട്ടിലിൽ വിരിച്ച വെളുത്ത വിരിപ്പിൽ വെള്ളി വെളിച്ചം വിതറി. കയ്യിലെ പാൽ ഗ്ലാസുമായി കട്ടിലിൻ്റെ ഒരരികിൽ വന്നിരിക്കുമ്പോൾ മൃദുവിൻ്റെ നെഞ്ചിടിപ്പ് അതിൻ്റെ പരമാവധിയിലായിരുന്നു. അവളുടെ കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. സിദ്ധു അകത്തേക്ക് കയറി വാതിൽ ചാരി. അവൾ പതിയെ തലയുയർത്തി നോക്കി. പ്രണയം മാത്രം നിറഞ്ഞ കണ്ണുകളുമായി അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ അരികിലേക്ക് വന്നിരുന്നതും മൃദുവിൻ്റെ ശ്വാസം ഒന്നും കൂടി. അവളുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അവൻ വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. എന്താടോ ഇത്രയും പേടി? പണ്ട് കളിസ്ഥലത്ത് വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓടി വന്ന് ഉമ്മ വെച്ച ധൈര്യമൊക്കെ എവിടെ പോയി? സിദ്ധുവിൻ്റെ സ്വരത്തിൽ ആ പഴയ കുസൃതി തിരിച്ചെത്തിയിരുന്നു. അവൾ മറുപടി പറയാതെ നാണത്തോടെ താഴേക്ക് നോക്കി ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. അവളുടെ ഭാവം അവൻ്റെ ഉള്ളിലെ പ്രണയത്തിന് തീപിടിപ്പിച്ചു. സിദ്ധു പതിയെ അവളുടെ താടിത്തുമ്പിൽ തൊട്ട് മുഖമുയർത്തി. അവൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവളുടെ കവിളുകളിൽ പടർന്ന നാണത്തിൻ്റെ ചുവപ്പ് നിലാവിൽ തിളങ്ങി. അവൻ തൻ്റെ വിരലുകളാൽ അവളുടെ കാതോരത്തുണ്ടായിരുന്ന മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി വെച്ചു. അവൻ്റെ വിരലുകളുടെ സ്പർശനം തട്ടിയതും മൃദുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. മൃദു, അവൻ കാറ്റുപോലെ അവളുടെ പേര് വിളിച്ചു. ഒരു നേർത്ത മൂളൽ മാത്രമാണ് അവളിൽ നിന്ന് പുറത്തു വന്നത്. ഇനി നീ എൻ്റെ മാത്രമാണ്, എൻ്റെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു. സിദ്ധു അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്തു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചുകൊണ്ടിരുന്നു. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ അമർത്തി. ദീർഘമായ ആർദ്രമായ ഒരു ചുംബനം. അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൺപോളകളിലേക്കും നാണം കൊണ്ട് ചുവന്നു തൊടുത്ത കവിളുകളിലേക്കും പടർന്നു. മൃദുലയുടെ കൈകൾ അറിയാതെ സിദ്ധുവിൻ്റെ കുർത്തയിൽ മുറുകി പിടിച്ചു. അവളുടെ ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലായി. അവൻ അവളുടെ കഴുത്തിലെ താലിമാലയിൽ വിരലോടിച്ചുകൊണ്ട് മുഖം അവളുടെ കഴുത്തിനരികിലേക്ക് താഴ്ത്തി. അവൻ്റെ അധരങ്ങളുടെ ആഴത്തിലുള്ള സ്പർശനത്തിൽ മൃദുവിന് സർവ്വനിയന്ത്രണവും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അവൾ വിറക്കുന്ന കൈകളാൽ അവൻ്റെ തോളുകളിലൂടെ കൈകളിട്ട് അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പിടിച്ചു. ഒടുവിൽ സിദ്ധു അവളുടെ മുഖം തൻ്റെ കൈക്കുള്ളിലാക്കി. ആ വലിയ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. വർഷങ്ങളായി രണ്ടുപേരുടെയും ഉള്ളിൽ കനലായി കിടന്ന വിരഹവും പ്രണയവുമെല്ലാം ആ ചുംബനത്തിൽ ഉരുകിത്തീർന്നു. ആദ്യം ഒരു നേർത്ത സ്പർശനമായി തുടങ്ങി. പിന്നീടത് ആഴമേറിയ ഭ്രാന്തമായൊരു പ്രണയ ചുംബനമായി മാറി. ഇരുവരുടെയും ശ്വാസങ്ങൾ ഒരേ താളത്തിൽ ഇടറി വീണു. നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ മുല്ലപ്പൂ മണമുള്ള രാത്രിയിൽ അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് അവർ ഒടുവിൽ ലയിച്ചു ചേർന്നു. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ വസന്തം അവർക്കായി ആ മുറിക്കുള്ളിൽ പെയ്തിറങ്ങുകയായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്നും ഇതേപോലെ സ്റ്റോറികൾ കിട്ടാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണേ. താങ്ക് യു.